അവാർഡ് വാങ്ങിയിട്ട് വരില്ലേ അമ്മ? അവാർഡ് വാങ്ങിയിട്ട് അമ്മയ്ക്ക് SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ കവിതാ വിഭാഗത്തിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി മാഹിക്ക് പോവാണ്. കോഴിക്കോട് പോയിട്ട് അവിടുന്ന് നാളെ രാവിലെയാണ് പോണത്. ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കുക. അപ്പോൾ ഞങ്ങളൊരു ചായയും ഒരു കടിയും കഴിക്കാൻ വെച്ചു. ഞാൻ സമൂസയാണ്. സമൂസ ബസ്സിലാണ് പോണേ. അപ്പോൾ ബസ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ഇപ്പോൾ എടപ്പാളെത്തിയപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെന്ന് വെച്ചാൽ ചായ കുടിച്ചോളൂ. അവിടെ കഴിച്ചിട്ട് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സൊക്കെ കയറും. എന്നിട്ട് കുറച്ച് ദൂരം കൂടി ഉണ്ട്, 1.5 മണിക്കൂർ കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. അപ്പോൾ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഓട്ടോ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലാണ് അമ്മാത്തേക്ക് പോണത്. അമ്മാത്ത പറഞ്ഞ അമ്മ വീട്ടിലാണ് നമ്മൾ അമ്മാത്തെന്ന് പറയണത്. അപ്പോൾ അതിൽ നമ്മൾ അമ്മാത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അമ്മാത്തെത്തി. നാളെ രാവിലെയാണ് നമ്മളിവിടുന്ന് പോണത്. അപ്പോൾ അമ്മയുടെ എൻ്റെ ഇടയ്ക്ക് ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞു പോയി. നാളെ രാവിലെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോണത്. അപ്പോൾ രാവിലെ തന്നെ അങ്കിള് വണ്ടിയൊക്കെ എടുത്ത് വന്നു. അമ്മയുടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ 3 പേരും പിന്നെ അവർ 2 പേരും അങ്ങനെ 5 പേര് കൂടിയിട്ടാണ് വണ്ടിയിൽ പോയത്. നല്ല രസമായിരുന്നു. വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ മാഹി കലാഗ്രാമത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ അത്രയും ദൂരം പോകണം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തി, ഒരു അരമണിക്കൂർ നേരത്തെ എത്തി. അപ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കുകയാണ്. സാരി കൊടുത്തിരുന്നത് ഒരു നീല കളറ്. എത്തിയിട്ടേ ഞാനിങ്ങനെ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നു. മാഹിയിൽ മലയാള കലാഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവിടെയാണ് പരിപാടി ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, ഒരു ചെറുതായിട്ടൊരു ഇതിനെ കയറി പോകുന്നൊരു കുന്നുപോലൊരു ചെറിയൊരു കയറ്റം. അവിടെ പല പല എന്താ പറയുക കലകൾ, ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ്, ഡാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കണ്ടു. നമ്മൾ ഹോളിൽ പോകുന്ന വഴിക്ക്. ഹോളിൽ എത്തിയപ്പോഴും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ തുടങ്ങാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. കവിതയ്ക്കുള്ള പുരസ്കാരമാണ് കൃതിക്കാവൽ. ഡോക്ടർ താഹിറ കല്ലുമുറിക്കൽ കൃതി ഗൗരവ. ചടങ്ങൊക്കെ കഴിഞ്ഞ് ചായയും വെറുപ്പൊക്കെ ഉണ്ടാക്കി. സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ ഞാൻ തിരിച്ച് അമ്മയുടെയും കാറിലാണ് പോയത്. അവർ എന്താ പറയുക, അമ്മയുടെ 2 ഫ്രണ്ട്സും അച്ഛനും അമ്മയും കൂടി മറ്റേ നമ്മൾ വന്ന കാറിലും പോയി. വടകരയ്ക്ക് എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ദോശയും പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫങ്ഷനൊക്കെ കഴിഞ്ഞ് അപ്പം അമ്മ എത്തി, കോഴിക്കോട് എത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ അടുത്തൊരു ഉത്സവത്തിന് പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അമ്മാവനും പിന്നെ ഞാനും അമ്മയും കൂടിയാണ് പോയത് ഉത്സവത്തിന്. തെരുവിലുത്സവം എന്നാണ് ഈ ഉത്സവത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ തായമ്പഴ കഴിക്കാൻ വന്നതാണ്. നമ്മൾ ഉത്സവത്തിനൊക്കെ പോയി തിരിച്ചിവിടെ എത്തി. അതിന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.